ഹായ് ഗൈസ്, ഇന്നത്തെ യാത്ര കോഴിക്കോട് ജില്ലയിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റഡി സെൻറ്റേഴ്സും റീജിയണൽ സെൻറ്ററും ആയിട്ടുള്ള മീൻചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കും ഫറൂഖ് കോളേജിലേക്കും ആണ്. അപ്പോൾ എല്ലാവർക്കും ഗുരു ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ്. കോഴിക്കോട് നിന്ന് മീൻചന്ത ആർട്സ് കോളേജിലേക്കുള്ള ദൂരം 4.2 കിലോമീറ്റേഴ്സ് ആണ്. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മീൻചന്ത ഫറൂഖ് ബസ് കിട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ഈ റോഡ് കയറി ഈ കാണുന്ന ബസ് സ്റ്റോപ്പിൽ എത്തണം. നമ്മളെ യാത്രയിൽ ആദ്യം മീൻചന്ത ആർട്സ് കോളേജിൽ പോയതിന് ശേഷമായിരിക്കും ഫറൂഖ് കോളേജിലേക്ക് പോവുക. നിങ്ങൾ ഡയറക്റ്റ് ഫറൂഖ് കോളേജിലേക്കാണ് പോകുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 12 കിലോമീറ്റർ ആയിരിക്കും അങ്ങോട്ടുള്ള ദൂരം. ബസ് കയറി കണ്ണടച്ചു തുറക്കുന്ന സമയം മതി മീൻചന്ത ആർട്സ് കോളേജ് എത്താൻ. റോഡ് സൈഡിൽ തന്നെയാണ് കോളേജ് ഉള്ളത്. ഈ കാണുന്നതാണ് കോളേജ്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള കോളേജുകളിലൊന്നാണ് മീൻചന്ത ആർട്സ് കോളേജ്. കവിയും നോവലിസ്റ്റുമായിട്ടുള്ള കൽപ്പറ്റ നാരായണനും ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയും മലയാള സിനിമാ നടനായ ജോയ് മാത്യുവും സന്തോഷ് പണ്ഡിറ്റും വരെ പഠിച്ചത് മീൻചന്ത ആർട്സ് കോളേജിലേക്കാണ്. അപ്പോൾ മീൻചന്ത ആർട്സ് കോളേജ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്ററും ലേണിംഗ് സപ്പോർട്ട് സെൻറ്ററും ആണ്. ഇവിടെ നിന്ന് കോളേജൊക്കെ ചുറ്റി കണ്ട് ഇനി നമ്മൾ പോകുന്നത് ഫറൂഖ് കോളേജിലേക്കാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫറൂഖ് കോളേജിലേക്കുള്ള ബസ്സോ അല്ലെങ്കിൽ ഫറൂഖ് ബസ് കയറി ബസ് സ്റ്റാൻഡ് ഇറങ്ങി അവിടെ നിന്ന് ഫറൂഖ് കോളേജിലേക്കോ ബസ് കയറാം. ഈ കാണുന്നതാണ് ഫറൂഖ് കോളേജ്. ഇത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ലേണിംഗ് സപ്പോർട്ട് സെൻറ്റർ ആണ്. റൗസത്തുൽ ഉലൂം പ്രസിഡന്റ് ആയിരുന്ന മൗലവി അബു സബാഹ് അഹമ്മദ് അലിയും KM സീതി സാഹിബുമാണ് 1948 കോളേജ് സ്ഥാപിച്ചത്. അന്ന് മലബാർ പ്രദേശത്തെ ആദ്യ ഫസ്റ്റ് ഗ്രേഡ് കോളേജുകളിലൊന്നായിരുന്നു ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാവൽ വ്ലോഗ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.